കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ പഴയ എസ് ആർ റൈറ്റർ കോമാളി നിഖിലിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. ആ ഹുണ്ട ഇപ്പോൾ പുതിയൊരു അഭിപ്രായ പ്രകടനമായിട്ട് വന്നിട്ടിരിക്കുകയാണ്. പുള്ളി ഇപ്പോൾ ഇവാൻ്റെ നെഞ്ചത്തോട്ട് കയറാനാണ് അണ്ണൻ ഉദ്ദേശം. പുള്ളി പറയുന്നത് മാഗ്നം കൺസോർഷ്യം ബിസിനസ് ചിന്താഗതിക്കാരായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും വിദേശ താരങ്ങളെ കൊണ്ടുവരത്തില്ലായിരുന്നു, വിദേശ താരങ്ങളെ ഞങ്ങൾ കട്ട് ഷൂട്ട് ചെയ്യുമായിരുന്നു. നിങ്ങൾ വിദേശ താരങ്ങളെ കൊണ്ടുവരാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ വിദേശ താരങ്ങളെ റിലീസ് ചെയ്യുന്നതിൻ്റെ പേരിൽ മാനേജ്മെൻറ്റിനെ കുറ്റം പറയുന്നല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് ഇവാൻ വുക്കോമാനോവിച്ചിനെ വിദേശ താരങ്ങളെ റിലീസ് ചെയ്യുന്നതിൻ്റെ പേരിൽ കുറ്റം പറയുന്നില്ല എന്നാണ് ഈ പരനാറ് ചോദിക്കുന്നത്. ഈ ഈ നാറിയുടെ ഈ ഡയലോഗ് കേൾക്കുമ്പോൾ എടാ നായിട്ടാ മോനെ എന്ന് പറഞ്ഞ് തുടങ്ങണം. കാര്യം ഇവാൻ വുക്കോമാനോവിച്ചിനെ ഈ ഒരു ക്ലബ്ബ് എങ്ങനെയാണ് തേച്ചതെന്ന് എല്ലാവർക്കും അറിയാം. ഈ ഒരു ക്ലബിന് ഒരു ഫിലോസഫി പോലും ഇല്ലായിരുന്ന ഈ ഒരു കോണാത്തിലെ ക്ലബിനെ എന്തെങ്കിലുമൊക്കെ ആക്കിയെടുക്കുന്നതിൽ ഇവാൻ വുക്കോമാനോവിച്ച് എന്ന് പറയുന്ന മനുഷ്യൻ്റെ പങ്ക് വളരെ വലുതായിരുന്നു. ഇവാൻ എന്തുകൊണ്ടാണ് ഈ വിദേശ താരങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കാഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ട്. പണ്ട് ഇവാൻ വുക്കോമാനോവിച്ചുമായിട്ട് അത്യാവശ്യം പേഴ്സണൽ സംസാരമൊക്കെ നമുക്ക് ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഒരു 3-4 വർഷം മുമ്പ് നമ്മളുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം. നമ്മൾ എവേ മാച്ചസിനെല്ലാം പോകുന്ന സമയത്ത് ഇവാൻ നമുക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം അത് പോട്ടെ ഇവാൻ വുക്കോമാനോവിച്ച് അങ്ങേരെ ഈ നാറികൾ തേച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നാഷണൽ ടാലൻസിനെ വളർത്തിയെടുക്കുക, നമുക്ക് ഡൊമസ്റ്റിക് പ്ലേയേഴ്സിനെ വെച്ച് വളർത്തിയെടുത്തിട്ട് വലിയ തേങ്ങാക്കൊല ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങേരെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ കോപ്പ് പറഞ്ഞാലും ഇവാൻ വുക്കോമാനോവിച്ച് വിദേശ താരങ്ങളെ കട്ടയിൽ ചെയ്യാൻ സമ്മതിച്ചെങ്കിൽ പോലും അങ്ങേർക്ക് മതിയായ വിദേശ താരങ്ങളെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ഇവാൻ്റെ സൗകര്യവും സാറ്റിസ്ഫാക്ഷനും നോക്കുന്ന ആളുകളായിരുന്നെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇവാൻ വുക്കോമാനോവിച്ച് അരങ്ങേറ്റം കുറിച്ച് ആ ഒരു സീസണിൽ ഇവാൻ ഫൈനലിൽ കൊണ്ടുവന്ന ഒരു സ്ക്വാഡ് ഉണ്ടല്ലോ, ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെ മികച്ച ഒരു ഡ്രീം ട്രിയോ, അഡ്രിയാൻ ലൂണ, ആൽവരോ വാസ്കസ്, പിന്നെ ഹോഹ പെരേര ഡയസ്, ഈ 3 പേരെയും തൊട്ടടുത്ത സീസണിൽ കൂടി ഇവാന് കൊടുത്തായിരുന്നെങ്കിൽ ഒരു കപ്പടിക്കാൻ ഇവാനെ കൊണ്ട് കഴിയുമായിരുന്നു. അപ്പം ഇവാന് വേണ്ട ഇവാന്റെ സേനയെ നിലനിർത്താൻ കഴിഞ്ഞില്ല, പുള്ളിക്ക് വേണ്ട പ്ലേയേഴ്സിനെ കൊണ്ട് കൊടുക്കാൻ ഇവന്മാരെ കൊണ്ട് കഴിഞ്ഞില്ല. പിന്നെ ഇവന്മാരുടെ ഒരു ഫിലോസഫി ഉണ്ടായിരുന്നു, ഡൊമസ്റ്റിക് പ്ലേയേഴ്സിനെ വളർത്തിയെടുക്കുമെന്ന്. അപ്പോൾ ഇവാന്റെ കീഴിൽ വളർത്തിയെടുക്കപ്പെട്ട താരങ്ങളെ വിറ്റഴിക്കുകയും ചെയ്ത് മൊത്തത്തിൽ ഇവന്മാർ കാശുണ്ടാക്കിയിട്ട് ഇവന്മാർ കച്ചവടം നടത്തി കാശുണ്ടാക്കിയത് തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. എന്നിട്ടിപ്പം ഇവന്മാർക്ക് അന്ന് തൊട്ടേ ക്ലബിനെക്കാട്ടിൽ മുകളിൽ ഇവാൻ വളരുന്നതിനോട് അസൂയ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. അന്ന് ലിവർപൂളിനെ ഉദ്ധരിച്ചുകൊണ്ടൊരു സാമാനമൊക്കെ പറഞ്ഞായിരുന്നു, ട്രെൻറ്റ് ബ്ലാസ്റ്റേഴ്സിന്റെ അക്കാദമിയിൽ കൂടി വളർത്തിയെടുക്കുന്ന താരങ്ങളെ കൊണ്ട് നമ്മൾ കപ്പടിക്കും, കോപ്പടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവാൻ അവന്മാർ മതിയായ സമയം കൊടുത്തായിരുന്നു. ഒരു കോപ്പും കൊടുത്തില്ല. ഇവാന് ഡൊമസ്റ്റിക് പ്ലേയേഴ്സിനെ വളർത്തിയെടുക്കാൻ വേണ്ടി ഇവാനെ ഉപയോഗിച്ചു. ആ ഇവാന് അദ്ദേഹം വളർത്തിയെടുത്ത് ഇവാൻ ഡൊമസ്റ്റിക് പ്ലേയേഴ്സിനെ വിറ്റഴിക്കുന്നത് കണ്ണ് നിറഞ്ഞ് നോക്കാനേ പറ്റുള്ളൂ. ഇവാന്റെ കീഴിൽ മെയിൻ ടീമിലേക്ക് വളർന്നു വന്ന പല താരങ്ങൾ ഇവന്മാർ വിറ്റഴിച്ചിട്ട് ഇവാനെ കുറ്റം പറയുന്നു. എന്തൊക്കെ അപരാധമാണ് ഇവന്മാർ കാണിക്കുന്നത്. പോട്ടെ, ഇവാനെ നീമാരെ പറഞ്ഞു വിട്ടിട്ട് കൊണ്ടുവന്നവന്മാരെ കൊണ്ട് എന്ത് മല മറിക്കാൻ ഇവിടെ കഴിഞ്ഞു. നിങ്ങളിനി എന്തൊക്കെ കുറ്റം ഇവാനെ പറഞ്ഞാൽ ഇവാനുള്ള സമയത്ത് കിട്ടിയ മെഡിക്കോർ സ്ക്വാഡിനെയും കൊണ്ട് തുടർച്ചയായിട്ട് 3 സീസണിൽ പ്ലേ ഓഫ് കളിക്കാൻ ഇവാന് മികച്ച പ്ലേയേഴ്സിനെ വേണ്ടായിരുന്നു എന്നല്ലേ പറയുന്നത്. ഓക്കെ, ഇവാന് വേണ്ടായിരുന്നെങ്കിൽ പോലും നിങ്ങൾ വേണ്ട കൊമ്പത്തെ സാധനം ഉണ്ടാക്കാൻ വേണ്ടി റവല്യൂഷൻ നടത്താൻ കുറേ പരിശീലകരെയും പ്ലേയേഴ്സിനെയും കൊണ്ടുവന്നല്ലോ. അവന്മാരെന്ത് മാങ്ങ തൊലിയാണ് ഇവിടെ ഉണ്ടാക്കിയത്. ഇന്ന് സത്യം പറഞ്ഞാൽ ഇവാൻ വരുന്നതിന് മുമ്പ് ക്ലബിനൊരു ഫിലോസഫിയായിട്ടൊരു കോപ്പുമില്ലായിരുന്നു. ഡൊമസ്റ്റിക് പ്ലേയേഴ്സിനെ വളർത്തിയെടുക്കുന്നതാണ് ഇവിടുത്തെ ഫിലോസഫി എന്ന് പറയാനെങ്കിൽ ഇവാൻ വേണമായിരുന്നു. ഇവാന് ശേഷം ഒരു കോപ്പുമായിട്ടില്ല ഈ ക്ലബ്ബ്. ഇപ്പം മാനേജ്മെൻറ്റിനെ കുറ്റം പറയാതെ ഈ മാനേജ്മെൻറ്റിനെ നിങ്ങൾ കുറ്റം പറയുന്നു, എന്തുകൊണ്ട് ഇവാനെ കുറ്റം പറയുന്നില്ല എന്നൊക്കെ ഈ നിഖിൽ പരനാറ് ചോദിക്കണമെങ്കിലുണ്ടല്ലോ, എൻ്റെ പൊന്നെ സഹിക്കുന്നില്ല. ഫ്രസ്ട്രേഷൻ അറ്റ് ഇറ്റ്സ് പീക്ക് എന്നൊക്കെ പറയും. ആ മനുഷ്യൻ ആരായിരുന്നു ഈ ഫുട്ബോൾക്ക് മനസ്സിലാവത്തില്ല. അങ്ങേരെ പിന്നിൽ നിന്ന് കുത്തിയതാ ഈ മാനേജ്മെന്റിന്റെ നെറികെട്ട നയങ്ങളിലെ ബലിമൃഗങ്ങളിൽ ഒന്ന് മാത്രമായിരുന്നു ഇവാൻ വുക്കോമാനോവിച്ച്. അങ്ങേർക്കൊരു ഫോൺ കോൾ കൊടുത്ത് അങ്ങേര് വീണ്ടും വരും.